ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ പഴയ വീടുകൾ ഉണ്ടാവില്ലേ, അതിനെ നമ്മളിങ്ങനെ പുതിയ വീടായിട്ട് പെട്ടെന്ന് മാറ്റിയെടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾ ചെയ്തൊരു ഇതാണ് ഈ വീട്ടിലുള്ള ആളുടെ മോൻ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് അവരത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പണ്ടത്തെ വീടും ഈ വീടും വെച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യാസമുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. ചെറിയ വീട്ടിൽ അതും അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈയിലൂടെ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഗേറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ട്, പിന്നെ പണ്ടത്തെ വീട് കണ്ടിട്ടില്ല, അതേമാതിരി ഭയങ്കര ഇതായിട്ട് കിടക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അതിൽ ഗേറ്റ് വെച്ചു. ആൻഡ് അടുക്കള ഇപ്പോഴത്തെ നമ്മളുടെ പുതിയ കിച്ചൺ മാതിരിയായിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഇത് അടുക്കളയിൽ നിന്ന് നേരെ നമുക്ക് പുറത്തൊക്കെ പോകാനായിരുന്നു. അത് ഒരു വർക്ക് ഏരിയ വെച്ചിട്ട് അടുപ്പൊക്കെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ വാഷ് ബേസ് അങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പിലുള്ള ഒരു വീടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും, ഇതിനെ കണ്ടിരിക്കാനും തോന്നും. അതേമാതിരി നമ്മളെ പഴയ വീട് പുതിയ വീട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് ചില സമയത്ത് തോന്നും. എന്തായാലും അടിപൊളി വർക്കാണ് അവരുടേത്. ഫസ്റ്റ് കാണിച്ച വീഡിയോ ഫോട്ടോസും വീഡിയോസും എന്നൊക്കെ പറയുന്നത് അവരുടെ പണ്ടത്തെ വീടാണ് കേട്ടോ. പഴയ വീട് അത് പുതിയ വീട് എങ്ങനെയാക്കുന്നോ അതിന് മുന്നുള്ള വീടാണ് ഫസ്റ്റത്തെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ആയിട്ട് കാണിച്ചത്. പിന്നീട് അവർ വർക്ക് തുടങ്ങിയതും സീലിങ്ങൊക്കെ വെച്ചതും അതേമാതിരി മൊത്തത്തിലാക്കി മാറ്റിയതും അങ്ങനെയുള്ള ഭാഗങ്ങളും. പിന്നെ അവരുടെ വീട്ടിൽ ഡൈനിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അതിങ്ങനെ ഒരു റൂമായിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ അത് മാറ്റി ഒരു ഹാളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ ഈ മുറ്റം എങ്ങനെ കിടക്കുന്നത്. സോ അവർ ഇതൊക്കെ ബേസ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അടിപൊളിയാക്കി ചളിയൊന്നും മുകളിൽ മഴ പെയ്താലും ചളിയൊന്നും മുകളിൽ വരാത്ത രീതിക്ക് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നല്ല ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റത്തെ വീട് മോനും അടിപൊളി മാറ്റിയിട്ട് അതൊരു കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളും അതിനനുസരിച്ചിട്ടാവില്ല അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമാവുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, കമൻറ്റിലൂടെ അറിയിക്കാനുള്ളത്. ലൈക്ക് ചെയ്യുക, എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം. ഇഷ്ടമായവർ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീടുകളൊക്കെ. സോ ഞങ്ങളെ വീട് അങ്ങനെ ആവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എല്ലാവർക്കും ഇത് തന്നെയാണ്. പുതിയ വീട്ടിൽ നിങ്ങൾക്ക് ആരും താമസിക്കാനൊക്കെ പ്രത്യേക ഫീലാണല്ലോ. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിട്ട്. ചെറിയ വീടാണെങ്കിലും അത് അത്രയ്ക്കും ഭംഗിയിൽ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ടോട്ടൽ ഫൈനൽ ലുക്ക് ഇപ്പോൾ വരും കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ടോട്ടൽ ഫൈനൽ ലുക്ക് കാണാം. ഇതിപ്പോൾ വെള്ളം ഇങ്ങനെ മഴ പെയ്തിട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ക്ലിയർ ചെയ്ത് വെച്ചതാണ്. ആൻഡ്
ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ബൈ.